എനിക്ക് തോന്നുന്നു പിള്ളേരെയും കൊണ്ടൊക്കെ ഏറ്റവും നന്നായിട്ട് കളിപ്പിക്കാനും അവരോട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് സ്ഥലങ്ങളുള്ളത്. ഒന്ന് ബീച്ചും ഒന്ന് പാർക്കും കേട്ടോ. ബീച്ച് വരുവാണെങ്കിൽ അവരോട് നന്നായിട്ട് കളിക്കാനും. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ രണ്ട് പിള്ളേരെയും കൂടെ ആലപ്പുഴ ബീച്ച് വന്നിരിക്കുവാണ്. അവർ ഭയങ്കര കളിയാട്ടോ. ഞങ്ങൾ ഏകദേശം 2 മണിക്കൂറോളം ഈ ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ പിള്ളേർക്കാണെങ്കിൽ ഇവിടെ നിന്ന് കയറിപ്പോകാൻ യാതൊരു താല്പര്യമില്ല കേട്ടോ. അമ്മമാർക്കാണെങ്കിൽ ഈ തിരമാല വരുമ്പോഴത്തേക്കും വലിയ കൗതുകമാണ്. അമ്മമാർക്ക് ചാടാനും ഓടാനും ഒക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ പിള്ളേരെ കൊണ്ട് ബീച്ചിലേക്ക് വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും. നമുക്ക് അവരോട് കളിക്കാം, സമയം പോകുന്നത് അറിയത്തേയില്ല കേട്ടോ. അതുപോലെ ഞാൻ ആലപ്പുഴ ബീച്ച് വന്നപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ബീച്ച് നല്ല നീറ്റും ക്ലീനുമാണ്. അതോടൊപ്പം തന്നെ ഇതിന് ചേർന്നൊരു പാർക്കും ഉണ്ട് കേട്ടോ. ആ പാർക്കിലാണെങ്കിൽ നമുക്ക് എൻട്രി ഫീസ് ആണെങ്കിൽ പിള്ളേർക്ക് 10 രൂപയുള്ളൂ, അഡൽട്ടിന് 20 രൂപയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ആലപ്പുഴ ബീച്ചിലാണെങ്കിൽ ശരിക്കും നമുക്ക് പിള്ളേരോട് എൻജോയ് ചെയ്യാം കേട്ടോ. ആദ്യം ബീച്ചിൽ പോവുക, പിന്നെ അതിനുശേഷം ഈ ഒരു പാർക്കിലും വരിക. പാർക്കിൻ്റെ പേര് വിജയ് പാർക്ക് എന്നാണ്. തൊട്ടടുത്ത കേട്ടോ, അതായത് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്, നടന്നു പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, അതുപോലെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ. ബൈ ബൈ.